അന്ന് ഇത്രയേറെ സാധ്യതകളൊന്നുമില്ല, ട്രെയിനിങ് ഒന്നുമില്ല. പ്രൊഡക്ടിവിറ്റും അതിലൂടെ അനുഭവം കൊണ്ടും കടന്നു വന്ന 8-9 മാസമാകുമ്പോഴേക്കും ഫുൾ ടൈമറായി. കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ 2 ബത്ത് വാങ്ങാൻ കഴിഞ്ഞു. 4ാമത് വർഷമാകുമ്പോഴത്തേക്ക് 70 ലക്ഷത്തിലേറെ വില വരുന്ന BMW GT സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങൾ അച്ചീവ് ചെയ്ത് ഇന്ന് വളരെ കരുത്തോടെ SIT-യുടെ കരുത്ത് എനിക്കും നേടാൻ കഴിഞ്ഞു, അതിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ സന്തോഷം. എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ക്യാമറക്കാരനായിട്ടുള്ള MS പ്രസാദ് സാറാണ് എന്നെ ബിസിനസ്സിലേക്ക് വിളിച്ച് കൊണ്ടുവന്നത്. നമുക്കറിയാം, ഒരുപാട് താരങ്ങളെയാണ് ഇവിടെ ആദരിച്ചിട്ടുള്ളത്. നേരത്തെ ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, അവസാനം അദ്ദേഹം 3 തവണ പെർഫോമൻസ് ബോണസ് അടിക്കുകയും ഒരു ബ്രാൻഡ് ന്യൂ കാർ സ്വന്തമാക്കുകയും ചെയ്ത അഷറഫ് സാർ നിങ്ങൾ കണ്ടില്ലേ. അതിനേക്കാൾ കരുത്തന്മാരല്ലേ കായികമായി നിങ്ങളെല്ലാവരും. ഇവരൊക്കെ താരങ്ങളാണ്. താരങ്ങളുടെ താരമൂല്യം തോളമായിരുന്നെങ്കിൽ എത്തണമെങ്കിൽ അവർ കടന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അസാധാരണമായ പരിശ്രമങ്ങളിലൂടെ നമ്മളും കടന്നുപോയേ പറ്റും. താരങ്ങളുടെ താരമൂല്യങ്ങളോളം എത്തണമെങ്കിൽ അവരുടെ അസാധാരണമായ പരിശ്രമങ്ങളിലൂടെ നമ്മളും കടന്നുപോയേ പറ്റൂ. മറ്റാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അസൗകര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അത് ഉറപ്പാണ്. ഇവിടെ പാതി വർക്കാണ് ചെയ്യുക. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് നോക്കി, എത്തിയില്ല. തലശ്ശേരി വരെ ഞാൻ എത്തി നോക്കി, പിന്നീട് ബ്ലോക്കാണ്. ഞാൻ മടങ്ങി. ഇവിടെ എത്തിയോ? എത്തിയില്ല. പാതി വർക്ക് ഒരിക്കലും പരിഗണിക്കപ്പെടാവുന്നതല്ല. പൂർത്തീകരിക്കുന്നവർക്ക് ആ പ്രയാസങ്ങളെ ഏറ്റെടുക്കണം. പാതി വെന്ത അരി ഭക്ഷ്യയോഗ്യമല്ല. പാതി പണി പൂർത്തീകരിച്ചിട്ടുള്ള പാലം ഗതാഗത യോഗ്യവുമല്ല. പാതി പ്രവൃത്തി നടന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങി വെച്ചു എന്ന് പോലും പറയാൻ പോലില്ല. പലരും തുടങ്ങി വെക്കും, പ്രയാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ദുരിതങ്ങളിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നുവോ അത്രത്തോളം ചെറുതായിരിക്കും നമ്മൾ നേടുന്ന നേട്ടങ്ങളുടെ മഹത്വം. എത്രത്തോളം ദുരിതങ്ങളിൽ അകന്നു നിൽക്കുന്നുവോ അത്രത്തോളം ചെറുതായിത്തീരും നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളുടെ മഹത്വം എന്നോർക്കുക. നമ്മൾ പ്രോസസ് ചെയ്യപ്പെടണം, എങ്കിലേ വിലയുണ്ടാവൂ. പിന്നിൽ അടച്ചു വെച്ച പഞ്ചസാരയില്ലേ, അതിനൊട്ടും മധുരം ഉണ്ടാവില്ല. അത് വാരി നാവിൽ വെക്കുമ്പോൾ മാത്രമേ മധുരം ഉണ്ടാകൂ. നമുക്ക് കരുത്തുണ്ടായതുകൊണ്ടോ, നമുക്ക് കൂട്ടുകെട്ടുണ്ടായതുകൊണ്ടോ, നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെയും ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല. അത് പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ വിജയമായി മാറാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കരുത്തിനെ, നമ്മുടെ ത്യാഗത്തെ, നമ്മുടെ കഷ്ടപ്പാടിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഇത്ര മൂല്യമുള്ള അവസരം ഈ നൂറ്റാണ്ടിൽ കിട്ടാനില്ല. അത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് വിലയുണ്ടാവണം. ഇവിടെ മുമ്പ് വന്നിട്ടുള്ള SIT-യുടെ അമരക്കാരനായിട്ടുള്ള പ്രസാദ് സാർ, സോമകുമാർ സാർ, ഒരുപക്ഷെ GTC ശ്രീജിത്ത് സാർ ഇന്ന് താരങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവർ കടന്നു വന്നിട്ടുള്ള ഏറ്റെടുത്തുള്ള ത്യാഗങ്ങളാണ്, കഷ്ടപ്പാടുകൾ. Is it correct? നിങ്ങൾ ഓർക്കുക, പരിപ്പിന്റെ വിലയല്ല പരിപ്പ് വടക്കുണ്ടാവുക, മുട്ടയുടെ വിലയല്ല ഓംലെറ്റ് ഉണ്ടാവുക, ഗോതമ്പിന്റെ വിലയല്ല സാൻഡ്വിച്ചിനുണ്ടാവുക. അത് പ്രോസസ് ചെയ്യപ്പെടണം. ഇവർ പ്രോസസ് ചെയ്യപ്പെട്ടു. കഷ്ടപ്പാടിലൂടെ, ത്യാഗങ്ങളിലൂടെ, നീന്തിക്കിടന്ന പ്രയാസങ്ങളിൽ അവരേറ്റെടുത്ത കരുത്ത്, അവർ പ്രോസസ് ലീഡറായി. അതാണ് അവർക്ക് വിലയുണ്ടാക്കിയത്, വാല്യൂ ഉണ്ടാക്കിയത്. നമ്മൾക്ക് വിലയുണ്ടാവണമെങ്കിൽ ത്യാഗങ്ങളെ ഏറ്റെടുക്കണം, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കണം. അതിൽ നിന്ന് വിട്ടുനിന്നാൽ വാല്യൂ ഉണ്ടാവില്ല. അതുണ്ടാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഡിസംബർ 28 നമ്മുടെ ദിവസമായി മാറ്റണം. നമ്മൾക്ക് വിജയമില്ലെങ്കിൽ, നമ്മൾ താണു പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഒരു തരിശുഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക, 2 ഏക്കർ തരിശുഭൂമി. അവിടെ കന്നുകാലികൾ മേഞ്ഞു നടക്കുന്നു, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഒരു വളർച്ചയുമില്ല, ഒരു നേട്ടവുമില്ലാത്ത തരിശുഭൂമി. ഇങ്ങനെ ചില ജീവിതം ഉണ്ടാകും. ആ തരിശുഭൂമി എന്റെ പേരിൽ വന്നാൽ ഞാൻ വിചാരിക്കുന്നു, ഇവിടെ കപ്പയും വാഴയും കൃഷി ചെയ്യണം, 1 വർഷം കൊണ്ട് കൊല കൊത്തണം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനൊരു ബൗണ്ടറി ഉണ്ടാക്കണം, വേലി കെട്ടണം. ഇതുപോലാണ് നമ്മുടെ ജീവിതവും. വിജയിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു ബൗണ്ടറി ഉണ്ടാവണം. കണ്ടവർക്ക് അഭിപ്രായം പറയാനും കണ്ട പോത്തിന് നിരങ്ങാനും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. ആരെ കൂട്ടുപിടിക്കണം? ആ ഗേറ്റിലൂടെ ആരെയാണ് കടത്തിവിടേണ്ടത്? ആരെ കൂട്ടുപിടിക്കണം? വിജയത്തിന് വേണ്ടുന്ന അറിവുകൾ സ്വീകരിക്കുക. അറിഞ്ഞാൽ നേട്ടമുണ്ടാകുന്ന അറിവുകൾ മാത്രം സ്വീകരിക്കുക. അത്
കൈമാറുക. അറിഞ്ഞാൽ കോട്ടമുണ്ടാകുന്ന അറിവിന്റെ പിന്നാലെ എന്തിന് പരക്കോടണം? വേണ്ടാത്ത അറിവുകൾ അവിടെ നിന്ന് കിട്ടുന്നു, മറ്റേ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എന്തിന്? അറിഞ്ഞാൽ നേട്ടമുണ്ടാകുന്ന അറിവുകൾക്ക് മേലെ പരക്കം പായുകയും അത് ടീമിലേക്ക് വ്യാപിക്കുകയും ചെയ്ത് വലിയ നേട്ടം ഉണ്ടാക്കി തീർക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ചുറ്റുള്ളവർക്ക് അറിയില്ല, നെഗറ്റീവ് പറഞ്ഞ് ശീലിച്ചവരാണവർ. 2 നേരം കഴിക്കാൻ അല്ലെങ്കിൽ 3 നേരം കഴിക്കാൻ ഭക്ഷണവും കിടന്നുറങ്ങാൻ ഒരു ബെഡും റീല് നോക്കാൻ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇന്ന് പലരുടെയും ജീവിതം സുഭിക്ഷമാണ്. അവരുടെ അഭിപ്രായം കേട്ട് നമ്മുടെ ജീവിത തീരുമാനമെടുക്കരുത്. വലിയ നേട്ടങ്ങൾ എനിക്ക് നേടിപ്പിടിക്കണം, ഒത്തുചേരണം എന്നുള്ള ഐക്യത്തോടെ പ്രവർത്തിച്ച് 2025 മാമാങ്കം സൺഷൈൻ കേരളത്തിലെ മഹാസംഭവമാക്കി മാറ്റാൻ നിങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ വാക്കുകൾ വിരാമപ്പെടുന്നു. താങ്ക് യു.